സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് കനത്ത ചൂട് മുന്നറിയിപ്പ് തുടരുകയാണ്. ഇത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ സൂര്യാഘാതം ഒരു മനുഷ്യ ശരീരത്തിലേക്ക് എങ്ങനെയാണ് ഏൽക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ശരീരം സാധാരണയായി ചൂട് നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ്. ചൂട് കൂടുമ്പോൾ നമുക്ക് വിയർപ്പ് വരും. ആ വിയർപ്പിലൂടെ ശരീരം തണുക്കും. അതാണ് നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ കൂളിംഗ് സിസ്റ്റം. ഒരുപക്ഷെ നമ്മൾ കനത്ത ചൂടിൽ നീണ്ട സമയം നിന്നാൽ അല്ലെങ്കിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വളരെയധികം വെള്ളവും ഉപ്പും പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇങ്ങനെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരും. ഇവിടം വരെ നമുക്കൊരു വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ ബോഡിക്ക് ഇനി തണുപ്പിക്കാൻ കഴിയാതെ വരും. അതായത് വിയർപ്പ് കുറയാം, ചിലപ്പോൾ അത് നിന്നേക്കാം. ഈ ഒരു സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്? ശരീരത്തിനുള്ളിലെ ചൂട് പുറത്തേക്ക് പോകാതെ അടിഞ്ഞുകൂടും. ആ സമയം ശരീരത്തിന്റെ താപനില വളരെ ഉയരും. ഇതിനെയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതൊരു വലിയ അപകടകരമാകുന്നത് ആദ്യം ബ്രെയിനിനെ ബാധിക്കുന്നതുകൊണ്ടാണ്. ആളുകൾക്ക് തലകറക്കം, കൺഫ്യൂഷൻ, ശരിയായി സംസാരിക്കാൻ പറ്റാത്തതുപോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വരും. ഇതിനുശേഷം ബോധം പോയേക്കാം. പുറത്തു നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വീണെന്ന് തോന്നും. പക്ഷേ അത് പെട്ടെന്ന് വന്നതല്ല. കുറച്ച് സമയം കൊണ്ടാണ്, സ്ലോലി ബിൽഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി അവിടെ വീണിട്ടുള്ളത്. ഇതൊരു മിന്നൽ പോലെ ഇൻസ്റ്റന്റ് ഒന്നുമല്ല. പക്ഷെ അവസാനത്തിൽ കൊളാപ്സ് സഡൻ ആയിരിക്കും. സമയത്തിന് സഹായം കിട്ടിയില്ലെങ്കിൽ ശരീരത്തിലെ പ്രധാന അവയവങ്ങളായ ഹൃദയം, വൃക്കകൾ, ബ്രെയിൻ എല്ലാം ബാധിച്ചേക്കാം. ഇതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചിലർ മരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു ചൂട് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ മുട്ടം പണി കിട്ടിയേക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ധാരാളമായി കുടിക്കുക, വളരെ നേരം സൂര്യത്തിൽ നിൽക്കാതിരിക്കുക, തലകറക്കം അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നിയാൽ ഉടൻ ഷെയ്ഡിലേക്ക് മാറുക. ഇനി നിങ്ങളുടെ അടുത്തുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അവരെ തണുത്ത സ്ഥലത്തേക്ക് മാറ്റി ശരീരം തണുപ്പിക്കുകയും ആവശ്യമെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യണം. സൂര്യാഘാതം ഒരിക്കലും മിന്നൽ പോലെയല്ല. ഇത് സിമ്പിളായി പറഞ്ഞാൽ സ്ലോ ആയി തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് പെട്ടെന്ന് അപകടകരമായേക്കാം. ചിലപ്പോൾ മരണത്തിന് നേരെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. മാത്രമല്ല, ഇത്തരം സൂര്യാഘാതത്തിനെ കുറിച്ച് വ്യക്തമായൊന്നും അറിയാത്ത നിങ്ങൾ ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുക.